അങ്ങനെ മുംബൈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ അഹമ്മദാബാദിലേക്ക് പോവാണ്. അവിടെ ഒരു കസിൻ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടി അന്തേരിലേക്ക് പോവാണ്. അവിടെ നിന്ന് ലോക്കൽ ട്രെയിൻ പോകണം. അപ്പൊ അന്തേരിലേക്ക് പോകാൻ വേണ്ടി ഞാൻ മെട്രോ കയറാന്ന് പോയി. മെട്രോ രാവിലെ ആയതുകൊണ്ട് ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്ക്. ഫസ്റ്റ് വന്നപ്പോ തന്നെ ഒരു മെട്രോ അതിൽ കയറാനൊന്നും പറ്റില്ല, വൻ തിരക്കായിരുന്നു. അങ്ങനെ അടുത്ത മെട്രോ കൊണ്ട് വെയിറ്റ് ചെയ്യണം. പിന്നെ പെട്ടെന്ന് മെട്രോ വരും കേട്ടോ, അധികം ടൈം ഒന്നും നിൽക്കണ്ട. അടുത്ത മെട്രോ വന്ന് അതിൽ ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ച് കയറി ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ. എന്നിട്ട് അങ്ങനെയൊക്കെ കയറി നിന്ന്. ഇവിടെ എല്ലാവരും ബാഗ് എന്തിനാ ഫ്രണ്ടിൽ വെച്ചെങ്കിൽ അപ്പോഴും മനസ്സിലായത്, അതായത് തിരക്ക് കുറയാൻ വേണ്ടിയാ. ബാക്കിലാണെങ്കിൽ കുറച്ച് തിരക്ക് കൂടുതൽ തോന്നില്ല, അതിന് വേണ്ടി നല്ല ഫ്രണ്ടിൽ നിന്ന്. അങ്ങനെ ലോക്കൽ സ്റ്റേഷനിലെത്തി. അങ്ങനെ അവിടെ നിന്ന് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് കയറി. അങ്ങനെ ട്രെയിനിൽ കയറി. ട്രെയിനിൽ അന്ന് തിരക്കൊക്കെ ഉണ്ടായി, കുഴപ്പമില്ല. എന്നാലും അങ്ങനെ അതിൽ കയറി ഇന്ന്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു പുള്ളിനെ കണ്ട, ഒരു പാവം പുള്ളിയുണ്ട്. ഈ പുള്ളിയോട് ഇരിക്കരുന്ന്. എന്നിട്ട് ഈ പെണ്ണുമ്പിള്ളിനുണ്ടല്ല, ആ പുള്ളിക്കാരനെ എണീപ്പിച്ച് അവിടെ ഒന്ന് ഇരിക്കണം. എന്നാലും എന്താ അവസ്ഥയാണല്ലേ, പുള്ളിക്കാരി വന്ന അഹങ്കാരം. അവിടെ കയറിയപ്പോ തന്നെ എല്ലാരും മാറുന്നൊക്കെ പറഞ്ഞ് കയറി. പുള്ളി ആദ്യം തന്നെ അവിടുത്തെ അപ്പുറത്തിരിക്കുന്ന പുള്ളിയെ എടുത്ത് ചോദിച്ചു എനിക്കാൻ പറയാം. ആ പുള്ളി എനിക്ക് എനിക്കാൻ പറ്റില്ല, വില പോകാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഈ പുള്ളി ഒരു മാന്യം പാവം മനുഷ്യൻ. 8 ബോട്ട് സ്കോളി ചെയ്താലാണ് എനിക്കൊരു വിഷണം ബണ്ണിട്ടിരുന്നത്. ആ സീനാണ് ഓർമ്മ വന്നത് KGF-ലെ. പക്ഷെ പാവോട്ടാ പുള്ളി ഷൂന്ന് ഊരി കൊടുത്തിരുന്നെങ്കിൽ. അങ്ങനെ സെന്ററിലെത്തി. അങ്ങനെ ഞാൻ ഒരു 10 എത്തി. എന്റെ ട്രെയിൻ 2 മണിക്കായിരുന്നു. അപ്പൊ പുറത്തൊക്കെ നടക്കാന്നൊക്കെ അടിച്ച് മുംബൈ കാണാൻ വേണ്ടി. എനിക്ക് ഈ അന്തേരി കാണാൻ ഇഷ്ടപ്പെട്ടത് ഈ സ്ഥലമുണ്ട്, സെൻട്രൽ ഭാഗത്തുള്ള അന്തേരി. ഒരു ശോക സ്ഥലം, കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ഇഷ്ടപ്പെട്ടില്ല സ്ഥലം. ഇവിടെ കുഴപ്പമില്ല, നല്ല സ്ഥലമായിട്ട് തോന്നിയത്. നല്ല കാണാനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്താണ് കുറെ മറ്റേ ധോബിഘട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ പിന്നെ ധോബിഘട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പടുകൂറ്റം ബംഗ്ലാവ് എന്താലേ. ഇതാണ് ധോബിഘട്ട്. ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, ലാർജസ്റ്റ് ഇതാന്നൊക്കെ പറഞ്ഞിട്ട്, അലക്ക് കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ്. നമ്മുടെ മുംബൈയിലെ എല്ലാ സംഭവം ഇവിടെ അലക്ക് കേന്ദ്രം, ഹോട്ടലിലെ വിരിപ്പൂണ്, അങ്ങനെ എല്ലാവരും. അങ്ങനെ അതിനെപ്പറ്റി വിവരിക്കുകയാണ് ധോബിഘട്ടിനെ പറ്റി. ഇതാണ് സ്ലം ടൂറിസം. ഇവിടുത്തെ ധാരാവി ഇങ്ങനത്തെ സംഭവം കാണാൻ വേണ്ടി സായിപ്പന്മാരുണ്ട്. നമ്മുടെ ആ സ്ലം ടൂറിസം ഇവിടുത്തെ ആൾക്കാരാണ് നടത്തി പൈസ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ കുറെ സംഭവം. പക്ഷെ ഇത് വലിയൊരു സെറ്റപ്പാണ്. എന്തോരം ആൾക്കാരെ പണിയെടുക്കണം, എന്തോരം തുണികളാണ്. ഇതൊക്കെ എങ്ങനെ ആൾക്കാർ സെറ്റ് ചെയ്യണാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചായിരുന്നു. അങ്ങനെ ട്രെയിൻ കയറി അഹമ്മദാബാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ട്രെയിൻ കയറി ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ വടാപ്പാവ് വാങ്ങിച്ച്. കുഴപ്പമില്ല ഈ സാധനം. ഇതിൻ്റെ ഉള്ളിൽ ആ ബെഡിന്റെ ഉള്ളിൽ വട വെച്ച് തന്നെയാണ് വടാപ്പാവ്. അങ്ങനെ പുറത്തെ കാഴ്ച കണ്ട് എങ്ങനെയൊക്കെ തള്ളിയേക്ക്. സമയം പോണ്ടായില്ല, അത്യാവശ്യം ദൂരമുണ്ട്. അവിടെ നിന്ന് രാത്രി ആയപ്പോൾ ഞാൻ എത്തിയത്. 2 മണിക്ക് കയറിയിട്ട് 9 മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത്, റീച്ച് ചെയ്ത്. അങ്ങനെ എൻ്റെ കസിൻ പോയി എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പുറത്തിറങ്ങിയപ്പോൾ ഓട്ടോക്കാരൊക്കെ എന്നെ കൊത്തിക്കൊണ്ടുപോകണ സീനായിരുന്നു.